നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്തവർ ഉൾപ്പെടെ 3000-ലേറെ ഇന്ത്യക്കാരെ സൗദി ഭരണകൂടം ഇന്ത്യയിലേക്ക് നാടുകടത്തിയതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജിദ്ദയിൽ പ്രതിഷേധിച്ചവരെ സൗദി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം ഡിപ്പോർട്ടേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയവരുൾപ്പെടെ നിയമലംഘനങ്ങൾക്ക് പിടിയിലായ 3000-ലേറെ പേരെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നാട്ടിലേക്ക് അയച്ചത്. കോവിഡ് വ്യാപനം കാരണം വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് ഇവർ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയീദ് മുൻകൈയെടുത്തതിനെ തുടർന്നാണ് ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങിയത്. 11 പ്രത്യേക വിമാനങ്ങളിലായാണ് ഇവരെ നാട്ടിലേക്ക് അയച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ ഏറെ പേരും UP, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് വിവരങ്ങൾ. ദേശീയ പൗരത്വ നിയമത്തിനെതിരെ ഷഹീൻ ബാഗ് സമരം പുരോഗമിക്കുന്ന വേളയിലായിരുന്നു ഏതാനും പേർ ജിദ്ദയിൽ സമരത്തിനിറങ്ങിയത്. നരേന്ദ്രമോദിക്കെതിരെയും നിയമത്തിനെതിരെയും മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഇവരിലേറെ പേരും ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു. ജിദ്ദയിലെ ബലാദ് പ്രദേശത്തായിരുന്നു സംഭവം. സൗദിയിൽ ഇത്തരം സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശക്തമായ വിലക്കുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ടായിരുന്നു പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം. ഉടൻ തന്നെ പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. സമരത്തെ തുടർന്ന് അറസ്റ്റിലായവർക്ക് പുറമെ തൊഴിൽ, വിസ നിയമ ലംഘനങ്ങൾ, യാതന തുടങ്ങിയ കുറ്റങ്ങൾക്ക് പിടിക്കപ്പെട്ടവർ ഉൾപ്പെടെ നിരവധി പേർ മാസങ്ങളായി നാട്ടിലേക്ക് നാടുകടത്തപ്പെടുന്നതും കാത്ത് ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുകയായിരുന്നു. ഇവരെയാണ് അംബാസിഡർ ഇടപെട്ട് പ്രത്യേക വിമാനങ്ങളിൽ നാട്ടിലേക്ക് അയച്ചത്. സൗദി ഭരണകൂടമാണ് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള വിമാനത്തിന്റെ ചെലവുകൾ വഹിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ MM നരവാനെയുടെ സൗദി സന്ദർശനം ലോകം ഉറ്റുനോക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി സൗദി സന്ദർശിക്കുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക നയങ്ങളിലെ മാറ്റമാണ് പാകിസ്ഥാനുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന രാജ്യത്തെ ഇന്ത്യയോട് അടുപ്പിക്കുന്നത് എന്ന് നിരീക്ഷകർ പറയുന്നു. ഇന്ത്യ-പാക് യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ച രാജ്യം വലിയ നയവ്യത്യാസത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ ബന്ധം ശിഥിലമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ കരസേനാ മേധാവി സൗദി അറേബ്യയിൽ എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. കശ്മീർ വിഷയത്തിൽ അടിയന്തരമായി OIC സെക്ഷൻ വിളിച്ചു ചേർക്കാത്തതിൽ സൗദിക്കെതിരെ പാകിസ്ഥാൻ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ സൗദി അറേബ്യയിലെത്തിയ പാക് ആർമി തലവൻ ഖമർ ജാവേദ് ബജ്വയെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ട് കാണാനെത്താതിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. നേരത്തെ ഇന്ത്യയുടെ അതിർത്തി സൗദി തെറ്റായി ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് സൗദി പുറത്തിറക്കിയ കറൻസി നോട്ടുകൾ മുഴുവൻ പിൻവലിച്ചിരുന്നു. ഇന്ത്യ എന്ന വൻ സൈനിക ശക്തിയോട് ചേരാനുള്ള സൗദിയുടെ തീരുമാനം ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ്. ഇന്ത്യയുടെ അത്യാധുനിക ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വാങ്ങുവാൻ ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ മത്സരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.